ഉമ്മച്ചൊരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു. ഇതാട്ടോ എന്റെ അനിയൻ മനു, ഇവന്റെയാണ് കല്യാണം. ഞങ്ങള് കപ്പ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ വന്നപ്പോ എങ്ങനെ ഇറങ്ങിയതല്ലേ, നല്ല രസം. കഴിക്കാതിരിക്കുകയാണ് അല്ലേ, ഞങ്ങള് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സോനുവിന്റെ അനിയന്റെ മനുവിന്റെ കല്യാണം ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തലേദിവസം തന്നെ ഞാനും സോനുവിന്റെ വീട്ടിലെത്തി. ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ നാളെയാണ് കല്യാണം. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നാട്ടുകാരും ആൾക്കാരും ഒക്കെ ഇങ്ങനെ ചുറ്റുമുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ തിരക്കിലാണ്. വളരെയധികം സന്തോഷം. കുറെ പേരുണ്ട് സോനുവിന്റെ വീട്ടില്, വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ വീഡിയോയില് മനുവിനെ അങ്ങനെ കാണിച്ചില്ല എന്ന് തോന്നുന്നു അല്ലെ. കാണിക്കാം, വീഡിയോയില് കാണിക്കാം. ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് നോക്കട്ടെ. ആരൊക്കെയോ വന്നിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ള ചായയുടെ സമയത്ത് ഞങ്ങളുടെ ഇവിടെ കല്യാണത്തിന് ഇങ്ങനെ കപ്പ ബിരിയാണിയാണ്. കപ്പ ദേ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീഫാണ്, കപ്പയും ബീഫും കൂടെ അല്ലേ. കല്യാണത്തിന് വൈകുന്നേരം ചായയുടെ സമയത്ത് ഞാൻ പറയില്ല, അതുപോലെ കപ്പയും ബീഫും കൂടെ ഇട്ട് ഉള്ളവരാണ്. കപ്പ ബിരിയാണിയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡാ അല്ലേ. എന്റെ അല്ല, എന്റെ എനിക്കും ഇഷ്ടമാണ്. കപ്പയും ബീഫൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ. അത് ആക്കി വെച്ചിട്ടുണ്ട് കപ്പയൊക്കെ. ഇതെന്താ പുഴുങ്ങാട്ടിരിക്കും. അത് കപ്പയും പോത്തിറച്ചിയും കൂടിയിട്ട് കപ്പ ബിരിയാണി പോലെ കഴിക്കുന്നു. എല്ലുള്ള പോത്തിറച്ചിയും കൂടെ കൂട്ടിയിട്ട് ചായയുടെ സമയം. ഇന്നൊരു മഴയില്ല. ഒരു മഴ നമുക്ക് ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ഉപ്പ് ഉപ്പും പാത്രം വേണ്ടു. ഒരു വീഡിയോ ഉമ്മച്ചൊരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു. മതി മതി. കൊണ്ടോന്ന അടുപ്പേ. ഇതാട്ടോ എന്റെ അനിയൻ മനു, ഇവന്റെയാണ് കല്യാണം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ അവൻ ഭയങ്കര തിരക്കിലായതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കൂട്ടുകാർ വിളിക്കുമ്പോൾ വലിയ ഓരോ ആവശ്യത്തിനൊക്കെ. അതാണ് എടുക്കാൻ പറ്റാത്ത. ഇപ്പോഴും അവൻ ഭയങ്കര തിരക്കിലാണ്, ഓരോ ആവശ്യത്തിന് ഓടി എടുക്കുക. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് പിടിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പൊ ഇനി കാണിക്കാം, ഇനി ഉണ്ട് വീഡിയോ, വരുന്ന വീഡിയോയില്. കൊണ്ടാക്കണം. ഫുഡ് എല്ലാം വരുത്തിച്ചാണ്. ഞങ്ങളപ്പോ ചോറിനായിരിക്കാണ്, ഫുഡ് കഴിക്കുകയാണ്. നേരിട്ട് കണ്ടു പരിചയമില്ലെന്നുള്ളൂ, എനിക്കറിയാം. വീട്ടിൽ പോയിട്ട് ഇവരും വന്നാടോ, കുഞ്ഞാവിടെ വന്നു.
അവനെ കണ്ടില്ല, ഇവിടെ ഇല്ലല്ലോ. അല്ല പ്രദീപ് കുഞ്ഞാവാ പ്രദീപ് കുഞ്ഞാവുണ്ടോ? ഇത്ര നേരം അപ്പുറം വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി എവിടെ അവിടെ റോട്ടില് ആ കുഴപ്പമില്ല ഞാൻ വരാം ആയിക്കോട്ടെ ശരി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ചിത്ര ചേച്ചിയും മോളും അമ്മച്ചിയും കുറെ ബന്ധുക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അതെ, കഴിക്കട്ടെ നമുക്ക് കഴിച്ചിട്ട് കാണാൻ. അങ്ങനെയല്ല എടുത്തെടുത്തെടുത്തു മതി. ആ പിന്നെ രണ്ടുപേരുണ്ട്. രണ്ടുപേരെ ഇനി കാണാം. ഞങ്ങളങ്ങനെ ഇത് വാഴയില വെട്ടാൻ പോവാ. വൈകുന്നേരം കപ്പ ബിരിയാണി ഇല്ല, അത് കഴിക്കാൻ വേണ്ടിട്ട്. വീഡിയോ മനു കണ്ടായിരുന്നോടാ? ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്നെ മാത്രം എടുക്കാൻ കറക്റ്റ് പറ്റിയില്ല, ഇവരെ മാത്രം എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഒത്തിരി പേര് ചോദിച്ചു അനിയൻ എന്ത് ചെയ്ത്. വീഡിയോയുടെ ഇടയ്ക്ക് എവിടെ ഒരു തല പോലെ ഇങ്ങനെ കാണിക്കണുണ്ട്. ഇല്ല, അത് നീ ഇല്ലായിരുന്നു. ചെറിയൊരു ഭാഗത്ത് മാത്രം. ഇതാണ് നമ്മുടെ ചിത്ര ചേച്ചി, അമ്മച്ചിയുടെ ചേച്ചിയുടെ മോള് അല്ലേ? ചേച്ചി ഭയങ്കര വർത്താനാണ്. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ചേച്ചി അവിടെ തന്നെയാണ്, പുത്തൻകുരിശാണ് ചേച്ചിയുടെ വീട്. അപ്പൊ ചേച്ചിയുടെ മോൾക്ക് നാളെ പരീക്ഷയൊക്കെ ഉണ്ട്. ചേച്ചി ഇന്ന് തന്നെ വന്ന് വൈകിട്ട് പോകാനുള്ള പരിപാടിയിലാണ് ചേച്ചി നിൽക്കണേ. നാളെ പറ്റി വരാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ജോലിയായിട്ട് വർത്താനം പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ പഠിക്കലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വർത്താനം തന്നെ വർത്താനം. ഊറ്റി കളഞ്ഞാ പോലെ ഇങ്ങനെ കോരി കൊടുക്കാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം സോനുവിന്റെ റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. സോനുവിന്റെ പണ്ട് മുതലേയുള്ള റൂമാണിത്. എപ്പോൾ സോനു വരുമ്പോഴും ഈ റൂമിലാണ്. അപ്പൊ സോനുവിന്റെ റൂമില് ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ നല്ല സ്നേഹം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സോനുവിന്റെ ബന്ധുക്കളും സോനുവിന്റെ നാട്ടുകാരും ഒക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നന്നായിട്ട് വർത്താനം പറയുകയും ചെയ്യും. നോൺ സ്റ്റോപ്പായിട്ടാണ് വർത്താനം പറയാ. സോനു ചിരിക്കണല്ലേ, നോൺ സ്റ്റോപ്പായിട്ട് നിർത്തുകയില്ല, എങ്ങനെ വർത്താനം പറയും. ചാവനെ കൊടുക്കാനേ ചാവനെ കൊടുക്കാനേ ഉദനെ കൊടുക്കാൻ നിന്നെ കൂടെ പറ്റിയല്ല. നീ മാനിക്കാണ്ടായി. നീന് കുറ്റമല്ല, നിന്റെ കുറ്റം പറഞ്ഞില്ല ആരും. കണ്ടോ, ഇത് നമുക്ക് പറ്റിയതാന്ന് നാളും മോളാർക്കാ. ഇനി ഇളക്കണോ? ഇനി ഇളക്കാൻ പറ്റില്ല. ആ അതൊക്കെ ആയിക്കോട്ടെ, അതെങ്ങനെ വേണേലും ആക്കാം. അതെ. ആ ചേച്ചിക്ക് പോവാനുണ്ട്. ഈ കപ്പ എന്നാ കപ്പ അറിയോ?
ഞങ്ങള് കപ്പ ബിരിയാണി കഴിക്കാൻ പോവാണ്. ഇങ്ങനെ കപ്പ ബിരിയാണി ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ആകെ എന്താ മത്ത പിടിച്ചാലേ ആയിപ്പോയി. ഉച്ചത്തെ ചോറും കപ്പ ബിരിയാണിയും എല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ട്. ഞങ്ങളുടെ ഇവിടെ കല്യാണത്തിനൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാരും വൈകിട്ട് ചായയുടെ സമയത്ത് ഇങ്ങനെ കപ്പ ബിരിയാണിയാണ്. അതായത് കപ്പയും നമ്മുടെ ബീഫും അല്ലെ. ഇഷ്ടമായോ? ഇഷ്ടമായി. തൃശ്ശൂർക്കൊക്കെ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നില്ല കല്യാണത്തിന് വൈകുന്നേര സമയത്ത്. 4 മണി സമയത്തല്ലേ നമ്മള് കഴിച്ചത്. 4 മണി സമയത്തൊന്നും ഇല്ല. ഇവിടേക്കൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഒരു പ്രത്യേകതയാണ്, ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡാണിത്, കപ്പയും ബീഫും അല്ലെ. കപ്പ ഒഴുകിയത് കപ്പ ബിരിയാണി എന്നൊക്കെ പറയുക. അത് തന്നെ. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ അല്ലേ? ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളും അതിലൂടെ പങ്കെടുക്കല്ലേ. അതെ, ഒരു ബുദ്ധിമുട്ടല്ലേ. എന്തോ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങക്ക് ടൗൺ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിന് പോവാം. നാളെയാണ് നമ്മുടെ നിർണായക ദിവസം, കല്യാണം. അപ്പൊ പോയിട്ട് നമുക്ക് കൂത്താടനം ടൗണിൽ കാണാം. ചുമ്മാ ഞങ്ങള് കൂത്താട്ടിലും പോയതാണ്. ടൗണിൽ പോയി ചെന്ന് ഇറങ്ങി. അപ്പൊ ഇവിടെ വന്നപ്പോ നല്ല പാടമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വന്നപ്പോ ഇങ്ങനെ ഇറങ്ങിയതല്ലേ. നല്ല രസം. വീഡിയോ സോനു ഓടിക്കളിച്ച് വളർന്ന സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരികയാണ്. ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങള് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. അതിവിടെ ചെറിയൊരു തോടും അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് വെള്ളപ്പൊക്കം കയറുമ്പോ ഞങ്ങൾ ഈ കണ്ടത്തിലൊക്കെ ഒന്ന് ചാടുമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ അങ്ങനെ ഓർത്തു. അപ്പൊ ഇങ്ങനെ എടുത്തതാണ്. വീഡിയോ കാണുമ്പോ നല്ല ഇതല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പാടവും ഇതും എല്ലാം. നല്ലൊരു ഗ്രാമപ്രദേശമാണ് സോനുവിന്റെ വീട്. ആട് ശബ്ദം ഉണ്ടാക്കണു. ആടുകള്, പശുക്കള് ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് പറമ്പില്. പറമ്പും നല്ല ഭംഗിയുണ്ട്. നല്ല സോനുവിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് പോയി കാണുന്നതൊക്കെ. അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. പോവാം. അമ്മ അവിടെ ഇരുന്ന് കാണും. അമ്മയും അച്ഛയും വിനു അച്ഛയും. ഉണ്ടോ? അമ്മ ഇത് കാണും അവിടെ ഇരുന്ന്. കഴിച്ചോ? വന്നോഴിയാണോ? ചേട്ടനൊക്കെ അവിടെ ഇരുന്ന് കാണണ്ടായിരിക്കും. ആദ്രമ്മ പുറത്തിരുന്ന് കാണും ഇതെല്ലാം. സ്വർണ്ണമാലയൊക്കെ 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 കാണിക്കും. അത് വേറൊരു ഉണ്ണി വരുന്നല്ലോ. ഉണ്ണി വരുന്ന ആ വാവനെ കാണട്ടെ നമുക്ക്. വാ, ഇതൊരു വാവ വന്നു. കളിക്കുമായിരുന്നു. വന്നപ്പോഴേക്ക് ഓടി. അതെയോ? പേരെന്ന് പറഞ്ഞേ? ആരോവിനു. നേഴ്സറി പോണ്ടോ?
അമ്മമാരൊക്കെ ആന്റിമാരൊക്കെ കൂടിയിട്ട് കല്യാണത്തിന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സാരി ഉടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഇറങ്ങിയേക്കണതിന്റെ ഇതാണ് ഇപ്പൊ കാണുന്നത്. സോനുവിന്റെ ബന്ധുക്കളൊക്കെ വളരെ സൂപ്പറാണ് കേട്ടോ. ഭയങ്കര തമാശയും ചിരിയും കളിയും. ഇപ്പൊ എല്ലാരും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്താ സോനു SNDPയുടെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. നല്ല ഇപ്പൊ സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കുകയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മേശയും കസാരിയും ഒക്കെ ഇട്ട്. എന്തായാലും ഭയങ്കര സന്തോഷം. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഞങ്ങളങ്ങനെ വന്ന് ഞങ്ങളങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണ് എല്ലാവരും. ഭയങ്കര സന്തോഷം. അതെ, നീ അപ്പൊ കഴിക്കുമ്പോ കാണാനല്ലേ. പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളിപ്പോ കൈയടിക്കുന്നതിലൂടെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, കിഴവുമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് താങ്ക് യു. കഴിക്കാതിരിക്കുകയാണ് അല്ലേ? ഞങ്ങള് ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. എല്ലാ ആന്റിമാരും ഉണ്ട് കൂടെ. ഗാനമേളയായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു അല്ലേ? ഇവിടെ ഇടയ്ക്ക് പാട്ടൊന്നും നിർത്തി. അപ്പൊ ഞങ്ങള് വീഡിയോ എടുത്താണ്. ഗാനമേളൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് പാട്ടൊക്കെ പാടിയത്. സൂപ്പറായിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ
ഒക്കെ ആയിട്ട് അടിപൊളിയായി. അടുത്തു ഇപ്പൊ ഒത്തിരി ലേറ്റായി, 11:30 ആയി സമയം. നാളെ രാവിലെ എണീക്കട്ടെ. അങ്ങനെ ഞങ്ങള് എല്ലാം കഴിഞ്ഞ് ഗാനമേളയും കഴിഞ്ഞിട്ടില്ല, ഒരുവിധമൊക്കെ അവസാനിച്ച് ഒരുവിധ ആൾക്കാരൊക്കെ പോയി. ഇനി കുറച്ച് ആൾക്കാരും കൂടി ഉള്ളു അവിടെ. അപ്പൊ സമയം ഒത്തിരിയായി. ഇനി രാവിലെ എണീറ്റിട്ട് നമുക്ക് നേരത്തെ പോകേണ്ടതാണ്. അപ്പൊ ഞങ്ങള് മുകളിലേക്ക് കിടക്കാൻ വന്നു രണ്ടാളും. പിന്നെയുള്ള സ്ഥലത്തൊക്കെ എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ സോനുണ്ട്, ബന്ധുക്കളും എല്ലാരും ഉണ്ട്. അപ്പൊ കൊച്ചു കൊച്ചു ഇടങ്ങളിലെ ഒതുങ്ങി കൂടുകയാണ് എല്ലാരും. അതെ. അപ്പൊ ഇനി ഭാഗത്തെ ഭാഗം നാളെ കാണാം അല്ലേ? ചിലപ്പോ 2 വ്ളോഗായിട്ടായിരിക്കും ഇടണേ, അല്ലെങ്കിൽ ഒറ്റ വ്ളോഗായിട്ടായിരിക്കും ഇടണേ. ഏതായാലും നീ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം അല്ലേ? അടുത്ത വ്ളോഗില് നാളെ കല്യാണ ദിവസമാണ്. അപ്പൊ ഞങ്ങള് ശരിക്കും ടയർഡായി ഇപ്പൊ തന്നെ അല്ലേ? ഒത്തിരി ലേറ്റായി, ഉറക്കം വന്നിട്ട് വയ്യ. അപ്പൊ കിടക്കാൻ നോക്കട്ടെ, പുതിയ വ്ളോഗിൽ കാണാം നമുക്ക്. ബൈ.